ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ചാനലിൽ നോക്കാൻ പോകുന്നത് MEG 2 ബ്രിട്ടീഷ് ഡ്രാമയിലെ ബ്ലോക്ക് 1 ഡോക്ടർ ഫാസ്റ്റസ് എന്ന സ്റ്റോറിയാണ്. ഓക്കെ, അതിന് മുന്നേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഡോക്ടർ ഫാസ്റ്റസ് എഴുതിയത് ക്രിസ്റ്റോഫർ മാർലോ ആണ്. ക്രിസ്റ്റോഫർ മാർലോ എലിസബത്തൻ ഡ്രാമ ആ ഒരു ടൈമിലാണ്. ക്രിസ്റ്റോഫർ മാർലോ ജനിച്ചത് 1564 മരിച്ചത് 1593 ആ ഒരു പീരീഡിലായിരുന്നു ക്രിസ്റ്റോഫർ മാർലോയുടെ റൈറ്റിങ്സൊക്കെ. അതുമാത്രമല്ല, ഈ ക്രിസ്റ്റോഫർ മാർലോ ഷേക്സ്പിയറിന് മുന്നേ തന്നെ ഒരു ഗ്രേറ്റസ്റ്റ് പ്ലേ റൈറ്റായിരുന്നു. യൂണിവേഴ്സിറ്റി വൈറ്റ്സിലെ മെമ്പറും കൂടെ ആയിരുന്നു. ഈ ഡോക്ടർ ഫാസ്റ്റസ് ഒരു ട്രാജിക് പ്ലേ ആണ്. ഇത് ഡോക്ടർ ഫാസ്റ്റസിൻ്റെ സ്റ്റോറിയെ കുറിച്ചാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ നോക്കാൻ പോകുന്നത്. ആക്ച്വലി ഈ ഡോക്ടർ ഫാസ്റ്റസ് ഒരു ഹൈലി ലേൺഡ് സ്കോളർ ആയിരുന്നു. അതായത് എല്ലാം ഫിലോസഫി, മെഡിസിൻ, ലോ, തിയോളജി എല്ലാം പഠിച്ചു. പക്ഷെ ഒന്നിലും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഡോക്ടർ ഫാസ്റ്റസിന് ഈ ഡാർക്ക് മാജിക് ആ ഒരു ടോപ്പിക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഡോക്ടർ ഫാസ്റ്റസ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആ ഡാർക്ക് മാജിക് എന്ന് പറയുന്ന ആ ഒരു ബുക്ക് അത് സെലക്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചു. ആ സമയം 2 പേര് ഡോക്ടർ ഫാസ്റ്റസിൻ്റെ മുന്നിൽ വരുന്നുണ്ട്. ഗുഡ് ഏഞ്ചൽ, ബാഡ് ഏഞ്ചൽ. ഗുഡ് ഏഞ്ചൽ പറയുന്നത് ഡാർക്ക് മാജിക് ചൂസ് ചെയ്യാൻ പാടില്ല എന്നും ബാഡ് ഏഞ്ചൽ പറയുന്നത് ഡാർക്ക് മാജിക് ചൂസ് ചെയ്യണമെന്നുമാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു 2 മജീഷ്യൻസ് വരുന്നുണ്ട്. അവർ ഡോക്ടർ ഫാസ്റ്റസിൻ്റെ കൂടെ ഡിന്നർ കഴിക്കുന്നു. ആ സമയം ഈ ഡാർക്ക് മാജിക് ചൂസ് ചെയ്യുന്നതിനെ അവർ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആഫ്റ്റർ ഡിന്നർ ഫാസ്റ്റസ് കോൾ മെഫിസ്റ്റോഫിലിസ്. ഈ മെഫിസ്റ്റോഫിലിസ് ഒരു ഡെവിളാണ്. അപ്പോൾ മെഫിസ്റ്റോഫിലിസിനോട് നമ്മുടെ ഫാസ്റ്റസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ സോള് നിനക്ക് തരാം, പക്ഷേ 24 ഇയേഴ്സ് ഞാൻ എന്ത് പറഞ്ഞാലും അതൊക്കെ നീ അനുസരിക്കണം എന്നുള്ള പോലെ ആരാ പറയുന്നത്, നമ്മുടെ ഫാസ്റ്റസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡെവിൾ പറയുന്നു, ഞാൻ ലൂസിഫറിൻ്റെ അടിമയാണ്, അപ്പോൾ എനിക്കിത് ലൂസിഫറിനോട് ചോദിക്കാതെ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ലൂസിഫറിനോട് പോയി ചോദിക്കുന്നുണ്ട്. ലൂസിഫർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഓക്കെ, ഡെവിൾ തിരിച്ചു വരുന്നു. ഡെവിൾ നമ്മുടെ ഫാസ്റ്റസിന് 7 ഡെഡ്ലി സിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ 24 ഇയേഴ്സിൽ ഫാസ്റ്റസ് ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്യുന്നുണ്ട്, കിങ്സിനെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. അവൻ്റെ മാജിക് വെച്ച് അവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ മാജിക്കൽ പവർ, അതായത് ഒരു ബുക്ക് നമ്മുടെ ഡെവിൾ ഫാസ്റ്റസിന് കൊടുക്കും. ആ ബുക്ക് കയ്യിലുണ്ടെങ്കിൽ അവൻ ഏത് രൂപത്തിൽ വേണമെങ്കിലും മാറാൻ കഴിയും. ഓക്കെ, സോ അത് വെച്ച് അവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. ഈ 24 ഇയേഴ്സ് കഴിയാറാവുമ്പോൾ ആ ഒരു ടൈമിൽ ഫാസ്റ്റസ് വിചാരിക്കുന്നുണ്ട്, ഇതൊരു 1 മിനിറ്റെങ്കിലും എനിക്ക് കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു 1 hour കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നന്നായിട്ട് റിഗ്രറ്റ് ചെയ്ത് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുമുണ്ട്. അതായത് ഇപ്പോഴാണ് ഫാസ്റ്റസിനൊരു താൻ ചെയ്തത് തെറ്റായിരുന്നു എന്നുള്ള ആ ഒരു തോന്നൽ വന്നു തുടങ്ങിയത്. പക്ഷെ അത് ഒരുപാട് ലേറ്റായിപ്പോയി. ഒത്തിരി ലേറ്റായിട്ടാണ് ആ ഒരു തോട്ട് നമ്മുടെ ഫാസ്റ്റസിന് വന്നത്. ഫാസ്റ്റസിൻ്റെ മിസ്റ്റേക്സൊക്കെ ഫാസ്റ്റസ് റിയലൈസ് ചെയ്തപ്പോഴേക്കും ഫാസ്റ്റസ് കൊല്ലപ്പെട്ടിരുന്നു. അടുത്ത ദിവസം സ്കോളേഴ്സ് ഫാസ്റ്റസിൻ്റെ ബോഡിയാണ് കാണുന്നത്. സോ ഇതൊരു ട്രാജഡിയാണ്. കാരണം ഫാസ്റ്റസിന് ഒരുപാട് ബുക്സ് ഒക്കെ വായിച്ച് ഒരുപാട് ജ്ഞാനമുള്ള ഒരാളായിരുന്നു. പക്ഷെ അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയാതെ എല്ലാം മിസ്യൂസ് ചെയ്ത് അവസാനം റിഗ്രറ്റ് ചെയ്തപ്പോൾ ഒത്തിരി വൈകിപ്പോയി. സോ ഈ സ്റ്റോറി അതുകൊണ്ടാണ് നമ്മളിത് ഡോക്ടർ ഫാസ്റ്റസ് ഒരു ട്രാജഡി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു ഷോർട്ട് നോട്ട്സ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നോട്ട്സ് വേണം എന്നുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനായി ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.